എന്താ പരിശോധിച്ചുള്ള കുഴപ്പമെന്താ? ഇവരാരാ അങ്ങനെ ഒരു നിയമപരമായി ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ വെല്ലുവിളിക്കാനും അഹങ്കാരത്തോടും ധിക്കാരത്തോടു കൂടിയും പോലീസിനോട് പെരുമാറുകയും ചെയ്യും? അല്ല, അത് രാഷ്ട്രീയം ആയുധമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരം പരിശോധനകൾ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടത്താറുണ്ട്. കേന്ദ്ര സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നടത്തുന്നത്. കാറിൽ വരുന്നത് ആരൊക്കെയെന്നൊന്നും പരിശോധിക്കുന്നവർക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുൻ MP അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ MPയും മുൻ മന്ത്രിയുമായ രാധാകൃഷ്ണനെ പരിശോധിച്ചു, അബ്ദുൾ വഹാബിനെ പരിശോധിച്ചു, ഒരു മജിസ്ട്രേറ്റിനെ പരിശോധിച്ചു. അവരെല്ലാം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും പാലിച്ചുകൊണ്ടും ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം, അഴിമതിരഹിതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ആ ഭരണഘടനയൊക്കെ തന്നെ ബഹുമാനിച്ചുകൊണ്ട് അവർ പോലീസിനോട് സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അതൊരു മാന്യതയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു നിയമത്തെയും ഭരണഘടനയും ബഹുമാനിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഈ അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പലിനെയും പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവര് പോലീസിനോട് കയർത്ത് കയറുകയും, മുഴുവൻ വാർത്തകളും പുറത്ത് വന്നിട്ടില്ല, കയർത്ത് കയറുകയും അഹങ്കാരത്തോടും ധിക്കാരത്തോടു കൂടിയും പോലീസിനോട് പെരുമാറുകയും ചെയ്യും. അത് ഒരു അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും സ്വരമായിട്ട് മാത്രമേ കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. തനിക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ, MPയോ MLAയോ മന്ത്രിയോ തുടങ്ങിയ സ്ഥാനമുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള നിലയിലാണ് അവരുടെ പെരുമാറ്റം ഉണ്ടായത്. അപ്പോൾ മുൻ മന്ത്രിയും സ്പീക്കറും, ഒരു പ്രാവശ്യം സ്പീക്കർ, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മന്ത്രി, ഇപ്പോൾ MP സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണൻ എത്ര മര്യാദയോടുകൂടിയാണ് പോലീസിനോട് സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. അതിനെത്രയോ ഘടകവിരുദ്ധമായിട്ടാണ് ഈ രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും പെരുമാറിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് പരാജയം ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായതോടുകൂടി പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് തീരുന്നവരെ ഈ പരിശോധന ഉണ്ടാവും. ഞങ്ങളെയൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇപ്പോഴല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഞങ്ങൾ വാഹനത്തിലൊക്കെ രാത്രി പോകുന്ന അവസരത്തിൽ പോലീസ് കൈ കാണിക്കാറുണ്ട്, ഡിക്കി ദൂരം നോക്കാറുണ്ട്, വാഹനം മുഴുവൻ പരിശോധിക്കാറുണ്ട്. അതൊക്കെ രാജ്യത്തുള്ള എത്രയോ കാലക്കായമായിട്ടുള്ള നിയമമാണ്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേരളം ഇപ്പം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരായിട്ടുള്ള ആക്ഷേപം വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അത് എങ്ങും ചെന്ന് എത്തിയിട്ടില്ല. പരിശോധിച്ച് രൂപയടക്കം കണ്ടുപിടിച്ചല്ലോ. രൂപയുടെ കെട്ടുകൾ, നോട്ടിന്റെ കെട്ടുകൾ അന്നു കസ്റ്റഡിയിൽ എടുത്തല്ലോ. അങ്ങനെ ഒരു പ്രസിഡന്റ് തന്നെ നമ്മുടെ നാട്ടിൽ കിടക്കുകയല്ലേ. അപ്പൊ ആ സ്ഥിതിയിൽ എന്താ പരിശോധിച്ചുള്ള കുഴപ്പമെന്താ? ഇവരാരാ അങ്ങനെ ഒരു നിയമപരമായി ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ ഇവരാരാണ് ഇവർക്ക് ആരാ അധികാരം കൊടുത്തിട്ടുള്ളത്? ഇത് തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധ മാറ്റിവിട്ട് പുതിയൊരു ചർച്ച ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇവർ രണ്ടുപേരും കൂടി കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇതോടുകൂടി, ഈ നടപടിയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അവിടെ ജയിക്കുമെന്നുള്ള കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു.